PC ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിരന്തരം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരള സമൂഹത്തിന്റെ മുന്നിലല്ലേ MV ഗോവിന്ദൻ ജീവിക്കുന്നത്? ഷംസീർ ജീവിക്കുന്ന അവിടെയല്ലേ? CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ ജീവിക്കുന്ന അവിടെയല്ലേ? ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയും അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈനിൽ കിട്ടും. ബാക്കി എത്രയോ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർ എത്രയോ പ്രസ്താവനകൾ ഈ മനുഷ്യ സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. എന്ത് നടപടിയാണ് എടുത്തത്? ഇപ്പം നിങ്ങൾ പറയുന്ന അനുസരിച്ച് കോടതിയിൽ ഒരാൾ കേസ് കൊടുത്തു. എത്രയോ കേസുകൾ ഈ കോടതികളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. നിങ്ങൾ എന്ത് ഒരു പേനയെങ്കിലും ചലിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ചില ആളുകളെ വേണ്ടിയിട്ട്, ചില ആളുകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, ചില ആളുകളെ അതിൻ്റെ നാടകം, അവസാനത്തെ നാടകമാണ് PC ജോർജിൻ്റെ വീട്ടിൽ രാവിലെ പോലീസ് വന്നിട്ട് ഞങ്ങൾ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വേണ്ട എന്നുള്ള നിലയിൽ ഈ കോടതിയിലേക്ക് തന്നെ വരാനുള്ള തീരുമാനത്തിലേക്ക് അവസാനം എത്തിച്ചേർന്നത്. സംശയമായിരിക്കുന്നത് അത്തരത്തിൽ അവർക്ക് വേണമെങ്കിൽ DYSPയുടെ മുമ്പിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും വലിയ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ സാമാജികനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം കയറുമെന്നൊരു ഉറപ്പാന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ വീണ്ടും ഇത്തരത്തിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് അത് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ രീതിയിലുള്ള ചില വിമർശനങ്ങളാണ് PC-ക്ക് നടത്തിയിരിക്കുന്നത്. ആ ഹൈക്കോടതിയുടെ ഉത്തരവിനനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് അടക്കം നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ BJP എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ ഞാൻ പറയുന്നതാണ് വാക്ക്. അതായത് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഡോക്യുമെന്റ്സ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞ സമയത്ത് എൻ്റെ വാക്കുകൾ ഒരു വാക്ക് ചേർക്കാതെ ഞാൻ പറഞ്ഞതാണ്, ഒരു വാക്ക് ഞാൻ ചേർക്കാതെ പറഞ്ഞതാണെന്ന് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതേ ഇവിടുത്തെ ഒരു ജഡ്ജിയുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ടല്ല പറയുന്നത്. തൻ്റെ മുമ്പിൽ വരുന്ന പേപ്പറുകളും തൻ്റെ മുമ്പിൽ വരുന്ന തെളിവുകളും അടിസ്ഥാനത്തിലാണ്. ഈ പേപ്പറുകളും തെളിവുകളും ഉണ്ടാക്കുന്ന ആരാ? കേരളത്തിലെ പോലീസാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ കേരളത്തിൽ ഇതിനുവരെ പബ്ലിക് ഡൊമൈനിലുള്ള നിരവധിയായിട്ടുള്ള ഇതിൻ്റെയൊക്കെ കേട്ടാൽ മനുഷ്യനെ അറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയ, ഞാൻ എടുത്തു പറയാം, ഈ ഏറ്റവും ഒടുവിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയുണ്ട്. ഒരു സ്വമേധയാ പോലും കേസെടുക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. ഷംസീർ നടത്തിയിട്ടുള്ള പ്രസ്താവന, അതുപോലെ തന്നെ MM മണിയുടെ പ്രസ്താവനകൾ, മതപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ നടത്തിയിട്ടുള്ള, ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. എന്താ നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ഇതേ തരത്തിലാണെങ്കിൽ കൊണ്ടുപോകേണ്ടതല്ലേ? കൊണ്ടുപോകുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ചില ആളുകളെ തൃപ്തിപ്പെടാൻ വേണ്ടി PC ജോർജ് പറഞ്ഞതിനെ വളച്ചൊടിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ആ തരത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ട എന്ന് കരുതിയിട്ടുള്ള എങ്ങനെ ഞങ്ങൾ കോടതി വന്നിട്ടുള്ളത്. നിയമ നടപടികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇപ്പോൾ കോടതി പറയും. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ആ കാര്യത്തിൽ അതുപോലെ തന്നെ PC ജോർജ് എന്ന് പറയുന്ന ആൾ BJP വന്നു, BJPയുടെ നേതാവാണ്. അതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹത്തിന്റെ പരാമർശം തെറ്റായി പോയി എന്നുള്ള അഭിപ്രായം BJP ഉണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ പരാമർശം പരാമർശമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, ഒരു അടർത്തിയെടുത്ത് ഒരു മുമ്പിൽ ചേർക്കാത്ത ഒരു സെന്റൻസ് സ്വാഭാവികമായും മനുഷ്യർക്ക് പറ്റുന്നില്ല. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. ഞാനല്ല തിരുത്തുന്നത്, അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആ തരത്തിലേക്കുള്ള നീക്കം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. തുടർച്ചയായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് മൂന്നാമതല്ല, ഓരോന്നിനും ഓരോ സംഭവങ്ങളാണ്. അത് ഓരോന്നും നമുക്കിവിടെ വിശദീകരിക്കാൻ പറ്റത്തില്ല. ഞാനതാ ചോദിച്ചത്. അതിനൊക്കെ അപ്പുറം ഞാൻ ചോദിക്കട്ടെ, കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരേ തരത്തിൽ നിരന്തരമായി ആക്ഷേപിച്ചു